ഹലോ അല്ലടേ ചുമ്മാ അതെ എങ്ങനെയാ നമ്മളെ പരിപാടി? രോഹിണി ഇന്റർനാഷണലിൽ ഞാൻ റൂം ഇട്ടിട്ടു. ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ നമ്മൾ ഐറ്റത്തിനെ പോയിക്കൊണ്ട് നേരെ ഹോട്ടലിൽ പോകും. പിന്നെ കമലു, ഹോട്ടലിൽ വേറെ വിഷയമൊന്നും ഉണ്ടാവില്ലല്ലോ? നമ്മുടെ കസ്റ്റഡിയിലുള്ള ഹോട്ടലല്ലേ. പിന്നെ വേറൊരു കേസ്, 7:30 മണിക്കാണ് അവർക്ക് ചെന്നൈക്ക് ഫ്ലൈറ്റ്. നമുക്കൊരു 5:30 മണിക്ക് സാധനത്തിനെ പാക്ക് ചെയ്ത് വിടണം. എന്ന് വെച്ചാൽ ഇപ്പൊ 12 മണി, നാളെ മുറിച്ച് ഹോട്ടലിൽ എത്തുമ്പോഴത്തേക്ക് 1 മണി. അപ്പൊ ഒരു 4 മണിക്കൂർ, 4 പേർ കൂടെ 4 മണിക്കൂറോ? ഒരാൾക്ക് 1 മണിക്കൂർ സമയം കുറഞ്ഞു പോയില്ലേ? ഈ 1 മണിക്കൂറായെന്ന് എങ്ങനെ അറിയും? അല്ല, കറക്റ്റ് സമയത്ത് അടുത്താക്ക് കയറാൻ പറ്റുമോ? എന്റെ പൊന്നെണ്ണ, സമയം നോക്കി ആളെ കയറ്റത് സിനിമ ഷോയാ. എല്ലാവരും അവിടെ കുളമാക്കി കൈ തരുവോടെ? ഇല്ല വണ്ടി വന്നു. ഹലോ, ജ്യോതിഷരത്നം ചേർന്നമംഗലം ഹരികുമാർ. ഞാനായിരുന്നു വിളിച്ചത്. മാറിണ്ടേ, മാറി ഇങ്ങോട്ട് മാറി. ഇവിടെ ഇരുന്നോളൂ. കുടിക്കാൻ എന്തെങ്കിലും? ഇപ്പൊ ഒന്നും വേണ്ട. പരിചയപ്പെടുത്ത്. ഇത് മനോഹരാണ്, വക്കീലാണ്. ഈ അണ്ണൻ എന്നെല്ലാം റെസ്പെക്ട് കൊണ്ട് വിളിക്കുന്നതാണ്. ഞങ്ങള് സെയിം ഏജ്. ഇതെന്റെ ഭാര്യ സുചിത്ര. ഹായ്. ഹായ്. ഇതെന്റെ മോള് കീർത്തി. ഹായ് മോളെ. ഹായ്. ഇതെന്റെ വൈഫ് ഭാര്യ പ്രിയങ്ക. പ്രിയങ്ക ഇരിക്കെ. ഹായ്. ഇത് അരവിന്ദൻ, എഡിറ്ററാണ്. ഓ ഹായ്. ചീഫാണ്. അതെയോ? സാധാരണ ഇങ്ങനെ ഇറങ്ങാൻ പറ്റാത്തതാണ്. ഇവരൊക്കെ നിർബന്ധിച്ചപ്പോ ഇങ്ങ് പോന്നു. ഞാനില്ലെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല. രേവതിയാണല്ലേ? അല്ല, എന്റെ പേര് ദീപ്തി എന്നാ. പേരല്ല ഞാൻ ചോദിച്ചത്, നാളാ ഉദ്ദേശിച്ചത്. വീട്ടിലാരെങ്കിലും രേവതി? വീട്ടിൽ ആലോചിച്ചോക്ക്, ഉണ്ടാവും. ഇല്ലല്ലോ. എന്നാലും എന്റെ മരിച്ചുപോയൊരു മുത്തശ്ശി രേവതിയായിരുന്നു. അത് പറ. ദീപ്തി റെസ്റ്റ് എടുക്കട്ടെ. അതെ അതാണ് ശരി. എല്ലാവരോടായിട്ട് ചോദിക്കുകയാണ്, ആര് ഉദ്ഘാടനം ചെയ്യും? എന്തോന്നാ അതിനല്ല നടി വന്നേക്കുന്നത്? അത് ഇവിടുത്തെ നാട മുറിക്കുന്ന കാര്യം. ഞാൻ ഉദ്ദേശിച്ചത് അവിടെ നാട കഴിച്ച് ആര് ഉദ്ഘാടനം ചെയ്യുന്ന. നിങ്ങൾക്കാർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് ഞാൻ ചെയ്തോളാം. അയ്യടാ, അത് ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ടോട്ടോ എന്ന് പറഞ്ഞ എങ്ങനെയാ? ആർക്കെങ്കിലും ഒരാൾക്കല്ലേ കയറാൻ പറ്റൂ? അതാരാൻ തീരുമാനിക്ക്. കബഡി തരട്ടെ? ഞാൻ നിങ്ങൾ എല്ലാത്തിനും കബഡി എടുത്തിട്ട് വന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടോസ് ഇട്ട് നോക്കിയാലോ? ആരെങ്കിലും കോയിന്തോ? അല്ല, ഇതിപ്പോ നമ്മള് 4 പേരില്ലേ? 2 പേരും കൂടെ ഒന്ന് വിളിച്ചെന്ത് ചെയ്യും? അത് നേരാണല്ലോ. 2 പേര് പിന്മാറണം, അല്ലാതെ ടോസ് ഇടൽ നടക്കില്ല. പക്ഷെ ആര് പിന്മാറും? ഞാൻ പിന്മാറാം. ഒരാളായി. അതൊക്കെ പക്ഷെ എനിക്ക് സമയം കൂടുതൽ വേണം. അത് ശരി. അങ്ങനെയാണെങ്കിൽ ഞാനും പിന്മാറാം. എനിക്ക് സമയം കൂടി തരണം. നിങ്ങൾ 2 ആകെയുള്ള 4 മണിക്കൂറാ. നമ്മൾ കേറുന്നതേ സൊറ പറയാനല്ല. എന്നാ അണ്ണൻ പിന്മാറ്. അത് നടക്കൂല. എന്റെ കെട്ടിടം ഉള്ളത് കൊണ്ടാ ഈ നാടകമൊക്കെ നടക്കുന്നത്. കെട്ടിടം ഉണ്ടായിട്ട് എന്തൊരു ചെയ്യാൻ? സാധനത്തിന് കൊണ്ടുവന്ന ഞാനല്ലേ. അത് നീ പറയും. ഞാൻ മാറാം. മതിയോ? ടോസ് ഇടാലോ? ഇതെന്താ ടോസ് ഒക്കെ ഇട്ട് കളിക്കണേ? അയ്യോ അല്ല, കളി IPL ജയിക്കുന്ന ടോസ് ഇട്ട് നോക്കരുത്. എന്റെ പൊന്നെ, അത് ആരെങ്കിലും ജയിക്കട്ടെ. വാ, ഉദ്ഘാടനത്തിന് സമയായി, അങ്ങോട്ട് വാ. നീ ചെല്ല്, ഞങ്ങള് വന്നോളാം. എന്താ വരുന്നില്ലേ? വരാൻ സുചി. തന്റെ തലയിപ്പ് പോയാനെ മൊത്തം പൊളഞ്ഞാനേ. ഇപ്പം വാങ്ങട്ടെ. കാശ്മീര. അതെ, എല്ലാരും കൂടി ഇങ്ങനെ തിക്കി വരണ്ട. അതൊക്കെ ദീപ്തിക്ക് ബുദ്ധിമുട്ടാവും. ഇങ്ങോട്ട്
ഛെ, ഞാൻ കത്തിക്കാം. ഞാൻ കത്തിക്കാം. ഞാൻ കത്തിക്കാം. ദീപ്തി കൊടുത്തു. എനിക്ക് കത്തിച്ചോ. അങ്ങനെ ഇനി ഞാൻ എനിക്ക് സെൽഫി ഒരു ബാക്ക് ക്യാമറയിൽ ബാക്ക് ചെയ്യുന്നത്. സമ്മതിക്കാം. വക്കീലേ ആ ചേച്ചി ഈ കെട്ടിന് ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിച്ചതേ ചേച്ചിയും കൂടെ തീരുമാനിച്ചിട്ടാണോ? ഏയ് മൂപ്പരുടെ ഐഡിയ. മൂപ്പരുടെ മാത്രം ഐഡിയ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഉടായ്പ എനിക്കും മണക്കുന്നുണ്ട്. നേരെ പിടിച്ചെടുക്കാതെ. അവള് വന്നപ്പോ തൊട്ടേ എല്ലാത്തിന്റെ വെപ്രാളം ചേച്ചി ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. അതെ, റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ? രാഹുകാലത്തിനും പറങ്ങണം. ചേച്ചി ചേച്ചി എന്റെ കൂടെ നിൽക്കാവോ? ഇത് ഞാൻ പൊളിച്ച് കൈ തരാം. വാ കമലു, വണ്ടി റെഡി അല്ലേ? നിന്നെ ദീപ്തിയെ ഞങ്ങൾ കൊണ്ടാക്കാം. നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ദീപ്തിയെ പോലെ ഒരു സെലിബ്രിറ്റി ഒക്കെ വരുമ്പോ നന്നായി ട്രീറ്റ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ അല്ലേ പ്രിയങ്ക? അപ്പൊ ശരി, പോയിട്ട് വരാം കേട്ടോ. വാ നമുക്ക് പോവാം. വാ. ഇത് കൊണ്ടുപോകണം. കഷ്ടം. തേങ്ങല്ലടേ. അരവിന്ദ, നീ വിഷമിക്കണ്ട. ഹോട്ടലിലാക്കിട്ട് അവരങ്ങ് പോക്കോളൂ. ഓ പോവിലടേ. ബെസ്റ്റ്. പോകായിരിക്കും. ഇരിക്ക് ചേച്ചി. ഇരിക്ക്. മോൾക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടാ. ആഹാ, എന്തെങ്കിലും ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോ, അഭിനയിച്ചോളൂ ആള്. നമുക്ക് നോക്കാലോ. ഈ അമ്മ ചുമ്മാ പറയുന്നതാണ് കേട്ടോ ചേച്ചി. മോൾ എന്തിനാ ഇപ്പൊ പഠിക്കുന്നേ? ഞാൻ +2 കമ്പ്യൂട്ടർ സയൻസ്. ആ, അപ്പൊ ആദ്യം പഠിക്കേ, എന്നിട്ട് നമുക്ക് നോക്കാം. അല്ല, പ്രിയങ്ക എന്താ കുട്ടികളെ കൊണ്ടുവരാതിരുന്നേ? പ്രിയങ്കയ്ക്ക് കുട്ടികളില്ല, ട്രീറ്റ്മെന്റില്ല. ഐ എം സോറി കേട്ടോ. ദേ മണി ഇപ്പൊ തന്നെ 2:30. ഇനിയും നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ റൂമിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കിടക്കാന്നല്ലാതെ ഒരു പരിപാടിയും നടക്കൂല. അവൾമാര് പോവാത്തന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? കമലു, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടോ. അരവിന്ദൻ പറഞ്ഞ കണക്കെ കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ കേട്ടോ. രാഹുകാലം കഴിയാറായി. ഓ ഇയാള് അണ്ണാ, ഒരു പണി പണിഞ്ഞു നോക്കാം. വാ, നിങ്ങളിതി വാ. നിങ്ങടാ കിടക്ക്. കമലു, വർക്കൗട്ട് ആവുമോ? കമലേട്ടാ, ഞാൻ വിളിക്കാനിരിക്കായിരുന്നു. റെസ്റ്റോറന്റ് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് 3 ബിരിയാണി വേണം. വേറെ എന്തെങ്കിലും? ബാക്കി കഴിച്ചിട്ട് മതി. ആ പിന്നെ ദീപ്തിക്ക് ജ്യൂസ് മതിന്ന്. തന്നെ? ആന്നേ. പിന്നില്ലേ, സുചിത്രേച്ചിയുടെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട് ഫോട്ടോ എടുക്കാനേ. അവരൊക്കെ വലിയ ഫാൻസാ ദീപ്തിയുടെ. പിന്നൊരു കാര്യം അറിയോ? ദീപ്തി ഇപ്പേ ഞങ്ങളുമായിട്ട് നല്ല കൂട്ട കമലേട്ടാ. ദീപ്തിക്ക് ഒരേ നിർബന്ധം, ഞങ്ങൾ തന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കണമെന്ന്. അതാ നല്ലത് അല്ലേ കമലു? പിന്നെ ആ ചേട്ടാ, ബിരിയാണിയുടെ കാര്യം മറക്കല്ലേ.
ഇപ്പൊ വരും. ശാബ. എവിടുന്ന് കിട്ടിയത്? പറ്റിപ്പോയണ്ണാ. അപ്പൊ ശരി, എല്ലാരും ഹാപ്പി അല്ലേ? പിന്നെ വക്കീലെ ഹാപ്പി അല്ലേ? സാറ്റിസ്ഫൈഡ്. അതെ, ഈ അടിയെങ്കിലും അടിച്ചാലോ? ആടിയെങ്കിലും നടക്കട്ടെ. എന്തുവാടേ കമലു ഇത്? സീരിയൽ ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോ നീ പോലീസിന്റെ പണിയും തുടങ്ങിയോ? സെറ്റിലോടുന്ന വണ്ടിയല്ലേ അണ്ണാ, അങ്ങനെ പലതും കാണും. നിങ്ങൾ വാ. ഓ